ഒരു കൃഷിക്കാരന് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അവൻ എന്ത് ചെയ്താലും ഒരു 2-3 ലാഭം അതിനകത്ത് മുടക്കുമുതല് കിട്ടുന്നുണ്ട്. ആ രീതി വേണം നമ്മൾ കാര്യങ്ങൾ നടത്താൻ. ഈ വലയിലെ കൃഷി വിജയമാണോ? വിജയമാണോ എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നേട്ടമാണ്. ഞാനിത് ഓരോ പോർഷൻ കണ്ട് എടുക്കാനും എനിക്കൊരു വേലിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഇത്രയും വേലി കെട്ടി. ഇത് ഏകദേശം ഒരു 500 മീറ്റർ വേലിയുണ്ട്. 500 മീറ്റർ വേലിയുണ്ട്. മൊത്തം വളർന്നിട്ടില്ല. വേണ്ട. ഇതിനകത്ത് കൊടിക്കൃഷിയില്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൊടിയുടെ ഒക്കെ എല്ലാ കണ്ണിക്കും വേരുണ്ട്. ഈ വേരെന്തിനു വേണ്ടിയാ? ഇത് പറ്റിപ്പിടിച്ച് പാറകളെ കൂടിയും മരങ്ങളെ കൂടിയും പറ്റിപ്പിടിച്ച് കയറണം. വെള്ളവും വളവും വലിച്ചെടുക്കാം. പിന്നെ ഗ്രിപ്പ് ഒന്ന്. രണ്ടാമത് ഇത് വലിച്ച് എടുക്കുന്നുണ്ട് ഇതേക്കൂടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പൈപ്പ കൃഷി ചെയ്യുന്നുണ്ടല്ലോ, അതിൽ നിന്നും വെള്ളവും നമ്മൾ ഇട്ട് കൊടുക്കുന്നല്ലാതെ അടിയിൽ നിന്ന് മേളിൽ മേളിൽ ഒന്നും ചെല്ലുന്നില്ല. ആകെ കിട്ടുന്ന ഇലക്കൂടെ നൈട്രോജൻ വലിച്ചുള്ള സംഭവം എന്നല്ലാതെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ല. മറ്റു മരങ്ങളെ ആശ്രയിച്ച് വളരുന്ന ഏറ്റവും നല്ലത് പച്ചയായ മരം, പച്ചമരം കിട്ടുന്നത്. പിന്നെ ഉണക്കമരത്തേൽ ഇത് കയറുന്നുണ്ട്. കാരണം ഒരു മരം, ഒരു തെങ്ങല വരം, തെങ്ങിന്റെ മണ്ട മറിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അന്യമായിട്ട് 2ാമത്തെ കൊല്ലം 3ാമത്തെ കൊല്ലം കാണിക്കും. കായ്ക്കുന്നുണ്ട്. അതിനകത്ത് ഒരു അതിനകത്തൊരു വേറെ സയന്റിഫിക് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, തെങ്ങിന് പോയിരുന്ന വളം മരം എല്ലാം പോയിരുന്ന വളം പോയിട്ട് ഈ മരം പോകുന്ന സമയത്ത് ഇതിന്റെ അകത്ത് നിന്ന് ഈ ജീവൻ പോകുന്ന സമയമുണ്ടല്ലോ, ആ സമയങ്ങളിൽ അന്യമായിട്ട് വെള്ളവും വലിയ ഇതിന് ഈ കൊടികൾക്ക് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ മനസ്സിലാക്കാൻ കഴിയും വേർപെട്ട് പോവാന്ന്. അവരന്നേരം പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ മാക്സിമം ഇത് വലിച്ചു കയറ്റും. അതിന്റെ അകത്തൊരു സൈക്കോളജി അതിന്റെ അകത്തുണ്ട്. അത് നമുക്ക് ചേട്ടൻ പറഞ്ഞാൽ നിരീക്ഷണത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അത് ഏത് മരമാണെന്ന് പറഞ്ഞാലും. അതേസമയം അതുപോലെ തന്നെ ഒരു ഉണക്കക്കാല തേക്കുംകാല കുറ്റിയിട്ട് ഞാൻ വളർച്ച കിട്ടുകയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നു. രണ്ടായിട്ട് തുടക്കത്തിലെ ഒരു തേക്കിന്റെ കാല് 20 കൊല്ലം അവിടെ കിടക്കും. ആ വളർച്ച കിട്ടുകയില്ല. കാരണം ഉണക്കക്കാല. അതേസമയം ജീവനുള്ള മരം, ഒരു ആനിയോ ജീവനുള്ള മരമോ റബ്ബറോ എന്നെങ്കിലും പോകുക എന്നുണ്ടെങ്കിൽ, അതായത് ഉണങ്ങിപ്പോയാൽ 2 കൊല്ലം 3 കൊല്ലം നിൽക്കും. ആ സമയം കൊണ്ട് അന്യായമായിട്ട് അത് കായ്ക്കുകയും ചെയ്യും. അപ്പൊ അതിനകത്തൊരു സൈക്കോളജി അതിന് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ജീവനുള്ള മരങ്ങളും ഈ കൊടിയും ഇതും തമ്മിൽ ഒരു സൈക്കോളജി ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് പിന്നീട് രക്ഷപ്പെട്ട് കയറാൻ വേണ്ടി സംഭരിച്ചു വെക്കുന്നതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 തരവും പറഞ്ഞത്. ഇപ്പം എന്നോട് ചോദിച്ചു വലയിലെ കൃഷി എങ്ങനെ ഉണ്ടെന്ന്. വലയിലെ കൃഷി ഈ പറഞ്ഞ പോലെയാണ്. ലാഭമാണോ വെച്ചാൽ ലാഭമാണ് എന്ന് പറഞ്ഞാൽ വലിയ പണിയില്ല. നമുക്ക് ഇങ്ങനെ വേനൊക്കെ വരുവാണെങ്കിൽ ഒരു ചൂട്ടുമടലെടുത്ത് അങ്ങ് വട്ടം കെട്ടിക്ക് വെച്ചാൽ മതി. ഇത് പറിക്കാൻ പാടില്ല. ഇത് വേണമെങ്കിൽ ഇനി ഒരു 5 അടി കൂടെ പൊക്കാം. കഴിഞ്ഞാൽ പിന്നെ മറയാവും, വലിയ മറയായിട്ട് നിൽക്കും. പൊക്കാം. കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്. ഇത് വെച്ച് കെട്ടാനോ പിടിക്കാനോ വേണ്ടി ചുമ്മാ തലയൊടിച്ച് ഇതിന്റെ ഇടയ്ക്കോട് ഇത് കണ്ടോ. ഇതിപ്പോ ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ഒടിച്ച് ഇങ്ങനെ കയറ്റി വെച്ചു. ഇങ്ങനെ കയറ്റി വെച്ചു. അപ്പൊ ഈ വെച്ച് കെട്ടാനോ പിടിക്കാനോ ഒന്നും പോകണ്ട. ഇത് ഈ പൊട്ടിച്ച് വിടുന്നതിന് കാരണം എന്ന് വെച്ചിരുന്നാൽ നമ്മള് ഇങ്ങനെ വിടുന്ന മണ്ട ഒടിച്ചു വിടുന്ന കണ്ണി പൊട്ടാൻ വേണ്ടിയാ. ഇത് അങ്ങേറ്റം വരെ നിറഞ്ഞുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ തല മുറിച്ചെടുത്ത് നട്ട്. എനിക്ക് കോലത്തല ആവശ്യമാണ്. കോലത്തല ആവശ്യമാണ്. അപ്പൊ അതെല്ലാം ഞാൻ ഇവിടെ കാണിച്ചു തരാം. കോലത്തല നന്നായിട്ട് കയറിയിട്ടുണ്ട് ഇവിടെ. കൊടിക്കൃഷിയില് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മണ്ടത്തലേക്കാളും നല്ല വള്ളിത്തല ഉണ്ടല്ലോ, അതാകുമ്പോ കയറ്റം കൂടുതൽ പോകും. മണ്ടത്തല എന്ന് പറഞ്ഞ സംഭവം അവിടെ തൊട്ട് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, വളർച്ച കുറവ്. പക്ഷെ കായുണ്ട്, തുടക്കം തൊട്ടേ കായ ഉണ്ടാവും. അങ്ങനെ കായ കിട്ടും. കൃഷിക്കാരന് തോട്ടം കാണുക, അവിടുന്ന് തല വലിച്ചു പറിക്കുക, ആ തല കൊണ്ടുവന്നിട്ട് അതും ഒരു 10 കിലോമീറ്റർ ചുറ്റോളിൽ കൂടി പോകരുത്. നിങ്ങളുടെ സ്ഥലത്തെ ക്ലൈമറ്റ് നോക്കണം. ക്ലൈമറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനകത്ത്. കാരണം ഒരു കാരണവശാലും ഹൈറേഞ്ചിലെ തല ഇവിടെ കൊണ്ടുവന്നിട്ട് പിടിക്കുകയില്ല. നേഴ്സറിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ്. അവർക്കിത് പറ്റുകയില്ല. ഒരു പരിധി വരെ അല്ലേ ചെയ്യുള്ളൂ. ബൾക്കായിട്ട് ഉത്പാദിപ്പിക്കുമ്പോൾ നമ്മള് റബ്ബറിന് പാല് കുറയാനുള്ള കാരണം എന്നാ? അത് ഇങ്ങനെയുണ്ട്. അത് പിന്നെ പറയാം. റബ്ബറിന് പറയാം. ഏലത്തിന് സംഭവിച്ചത് തന്നെ ഇതുപോലെ തന്നെ പലയിടത്തുനിന്ന് കൊണ്ടുവന്ന് വെച്ചത് കൊണ്ടാണ്. തെങ്ങിന് സംഭവിച്ചതാണ്. നിസ്സാരം തെങ്ങിന്റെ തന്നെ ഞാൻ പറയാം. തെങ്ങിന്റെ കുറ്റിയാടിത്തങ്ങ അത് അവിടെ സ്പെഷ്യലൈസ് ചെയ്ത് അവിടെ ഉണ്ടായതാ. അത് കൊണ്ടുവന്ന് കന്യാകുമാരി വെച്ചാൽ പിടിക്കില്ല. എന്നിട്ട് നേഴ്സറിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കുരുമുളക് കൃഷിയിൽ ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയാം, അവനവൻ തന്നെ നിരീക്ഷിച്ച് ഉണ്ടാക്കിയെടുത്തോളുക. അറിയാവുന്ന കൃഷിക്കാരുടെ അടുത്ത് ചെന്ന് തല മേടിച്ച്, വെറും വള്ളിത്തല, അടിയിൽ നിന്ന് വരുന്ന വള്ളിത്തല മേടിച്ച് നിങ്ങൾ നട്ട് ഒരു 100 നടണവൻ ഒരു 5-6 തല മേടിച്ചാൽ മതി.
അവന് ഒരു വൈകുന്നേരം ഒരു ശാലം ചെറുത് കഴിക്കട്ടെന്നേ. ഒരു ചെറുത് മേടിക്കാനുള്ള പൈസ അവനും കൊടു. അല്ലാതെ വേറെ കൊണ്ട് 10,000-5,000 കൊണ്ട് വേറെയുള്ളവർക്ക് കൊടുക്കാലോ. അന്നേരം ഒരു 500 രൂപ കൃഷിക്കാരന് കൊടുക്കാൻ പറ്റിയല്ലേ. അറിയാവുന്ന നല്ല കൃഷിക്കാരുണ്ടെന്നേ. കാരണം അവര് ഉണ്ടാക്കിയിട്ട് 10, 200, 10, 1000, 10, 2000 ഒക്കെ തൈകൾ ഉത്പാദിപ്പിച്ച് വെക്കുന്ന നല്ല കൃഷിക്കാരുണ്ട്. അവർക്ക് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല. അപ്പൊ അവര് നന്നായിട്ട് അത് അവർ ഉത്സാഹത്തോടെ ആത്മാർത്ഥത്തോടെ ചെയ്തു തരും. അങ്ങനെയുള്ള കൃഷിക്കാരുടെ അടുത്ത് നേഴ്സറി എന്ന് പറയത്തുമില്ല. ഇനി അങ്ങനെ പോയുള്ളത് മേടിക്കുക. പബ്കാർ നടത്തുന്ന ഗവൺമെന്റ് പൈസ ഉണ്ടാക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടർക്കാരൻ പൈസ ഉണ്ടാക്കുന്നു, അത് സെയിലാക്കുന്നവൻ പൈസ, ബാറുകാരൻ കള്ളഷാപ്പുകാരൻ പൈസ ഉണ്ടാക്കുന്നു, കോടീശ്വരനാണ്. അത് ഉപയോഗിക്കുന്നവൻ ദരിദ്രനാകുന്നു. അറിയാലോ എന്ന് പറഞ്ഞ പോലെ കൃഷി വകുപ്പും ഉദ്യോഗസ്ഥന്മാരും പൈസ ഉണ്ടാക്കുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. എന്താണെന്ന് എനിക്കറിയത്തില്ല, പോട്ടെ, അവരെ ഞാൻ വിമർശിക്കുന്നില്ല. നേഴ്സറിക്കാര്, വൻകിട നേഴ്സറിക്കാര് കോടീശ്വരന്മാരായിക്കൊണ്ട് അവര് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നു. ഇത് കൊണ്ടുപോയി വെക്കുന്ന കൃഷിക്കാര് ദരിദ്രരുമാകുന്നു. വല്ല കാലത്ത് ഒരു 100 എണ്ണത്തിന് ഒരു 10 പേര് രക്ഷപ്പെട്ടെന്നല്ലാതെ ഒരു 100 പേരും രക്ഷപ്പെട്ട ചരിത്രം എനിക്കറിയത്തില്ല. അപ്പൊ ഇതിനകത്തൊരു കൊള്ള നടക്കുന്നുണ്ടോ ഇല്ലയോ, അത് നമ്മൾ തിരിച്ചറിയുക. കൊള്ള നടക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ നേഴ്സറിക്കാർക്ക് എതിർപ്പല്ല ഞാൻ പറയുന്നതിന് കാരണം, നേഴ്സറി വേണം, കാര്യങ്ങൾ വേണം. പക്ഷെ നമ്മൾ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എളുപ്പ വഴിയെ പാഞ്ഞത് കൊണ്ടാണ് ഈ അബദ്ധം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുരുമുളക് ചെടി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്ര പാടൊന്നുമില്ല. നല്ല തോട്ടം നോക്കി മിക്സ് ചെയ്തങ്ങ് നട്ടുകൊള്ളുക. അവിടെ ടോമ് പറഞ്ഞു വരുന്ന ഒരു ഐഡിയ, ചെറുകിട കൃഷിക്കാര് അവര് പുതിയതായിട്ട് കൃഷി ആരംഭിക്കുമ്പോൾ അവര് കണ്ടു ബോധ്യം വന്ന് ഇതേപോലെ ഓരോ കൃഷിക്കാരുടെ അടുത്ത് പോയി കായ്ച്ചു കിടക്കുന്ന ചെടിയുടെ വിത്ത് സംഭരിച്ച് വള്ളി സംഭരിച്ച് സ്വന്തമായിട്ട് കൃഷി തുടങ്ങണമെന്നാണോ പറഞ്ഞു വരുന്ന ഒരു ഐഡിയ? എനിക്ക് ഇതിനകത്ത് വരുന്ന സന്തോഷം അറിയോ, മിന്നുന്നൊന്നും പൊന്നല്ല. ഈ കൃഷി എന്ന് പറയുന്ന ഏറ്റവും നല്ല വൈദഗ്ധ്യമുള്ള, അവൻ നല്ലൊരു കലാകാരനായിരിക്കണം, അവൻ നന്നായിട്ട് കൃഷിയെ അനലൈസ് ചെയ്യുന്നവനായിരിക്കണം, നല്ലവണ്ണം കൃഷിയോട് താല്പര്യമുള്ള. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല. ഇപ്പൊ ഈ യൂട്യൂബിലും കാര്യങ്ങളും 10,000, 10,000 കാര്യങ്ങൾ പിടിപ്പിച്ചിട്ട് കയറ്റി വന്നിരിക്കും. അതിന്റെയൊക്കെ ഞാൻ അതേപ്പറ്റി വിമർശിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. എനിക്ക് പറഞ്ഞു തരാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ ഏത് സാധനവും എന്ത് സാധനം കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ആ പ്രദേശത്ത് താമസിക്കുന്നവര് അവിടെ യോജ്യമായ കൃഷികൾ ചെയ്യുക. ഇത് ചെയ്യണമെന്നല്ല പറഞ്ഞ. ഇപ്പൊ മൂന്നാറ്റിൽ കൊണ്ടുപോയി നമ്മള് റബ്ബർ വെച്ചാൽ പിടിക്കല. ആലപ്പുഴ കൊണ്ടുപോയി റബ്ബർ വെച്ചാൽ പിടിക്കല. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? സായിപ്പ് റബ്ബർ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? സായിപ്പിന് നാട്ടിൽ പിടിക്കല, അയർലൻഡിൽ പിടിക്കല എന്ന് പറഞ്ഞല്ലേ. യോജിച്ച സ്ഥലത്ത് നിങ്ങൾ ഒരു 10 കിലോമീറ്റർ ചുറ്റളവോ 15 കിലോമീറ്റർ ചുറ്റളവോ, 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ മലങ്കെട്ടിന് അപ്പുറമാണ് കാലാവസ്ഥ മാറി. നേരെ മണ്ടയിൽ 3 കിലോമീറ്റർ ഇവിടെ ക്ലൈമറ്റ് തേയിലത്തോട്ടവും താഴെ റബ്ബർത്തോട്ടവും നിൽക്കുന്ന സ്ഥലങ്ങൾ കൂടിയുണ്ട്. കിലോമീറ്റർ അല്ല, അതിന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെയുള്ള സ്ഥലങ്ങളിൽ പോയി നല്ല കൃഷിക്കാരെ നോക്കി നല്ല ഇനങ്ങള് നിങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾ തന്നെ ഒരു 100 തൈ ആദ്യം ഉത്പാദിപ്പിച്ച് നാഗവതി വെച്ച് നിങ്ങൾ 1000 തയ്യോ 10,000 തയ്യോ അതേന്ന് ഉത്പാദിപ്പിച്ചോളൂ. അന്നേരം നിങ്ങൾക്ക് ഈ 100 തൈ ഉത്പാദിപ്പിക്കാൻ നിങ്ങൾക്കറിയാം ഈ സാധനം ഇവിടെ കയറുമെന്ന്. കയറുകയെന്ന് വണ്ടിക്ക് ഞാൻ അടുത്തതിലേക്ക് പോകണം. നമ്മളൊരു 10,000, 10,000 എണ്ണം വൻതോതി ചെയ്തിട്ട് അതവിടെ പരാജയമാണ്, തീർന്നില്ലേ? ഇപ്പൊ ഈ ചന്ദ്ര ഇറക്കിയിരിക്കുന്നു. ചന്ദ്ര എന്റെ അഭിപ്രായത്തിൽ ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഉണക്കുള്ള പ്രദേശത്ത് പിടിക്കാൻ ശക്തി വേണം. അതിന് ഉണക്ക് വേണമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് പാല കുഴപ്പമില്ല, ചൂടാ. ആ സാധനം കൊണ്ട് ഹൈ റേഞ്ച് വെച്ചാൽ പിടിക്കും തോന്നുന്നുണ്ടോ? പരീക്ഷ അറിയേണ്ട കാര്യം. അരിച്ചിട്ടുണ്ടായിരിക്കും, അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. പന്നീർ വണ്ണ എരമ്പത്ത് പിടിക്കുന്ന, അത് കരിമുണ്ട ഏകദേശം എരമ്പത്ത് പിടിക്കുന്ന. പന്നീർ വണ്ണല്ല, പന്നീർ വണ്ണല്ല, പിടിക്കും, സോറി, പന്നൂർ 2, പന്നൂർ 5 ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. പറയുന്നല്ല, എനിക്ക് അനുഭവമുണ്ട്. ചോദിക്കുന്ന ടോമേ, അത് നന്നായിട്ട് കായ്ക്കുന്നതാണ്. അതുകൊണ്ട് 10 കുറ്റിക്കുരുമുളകായിട്ടോ ഒക്കെ ആയിട്ട് ഇത് ചെയ്യത്തില്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ അത് നിങ്ങള് ഞാനേക്കാളും എക്സ്പീരിയൻസ് ഉള്ളതും നിങ്ങള് ചെമ്പേരിന്ന്, അതായത് കണ്ണൂർ ചെമ്പേരിന്ന് ഈ പാലായിന്ന് ഈ കൃഷി കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് കാണുന്നത് നിങ്ങൾ പറയുന്നത് ഒരു നേഴ്സറി പോലെ തുടങ്ങാൻ. ഞാനത് തുടങ്ങാത്തതിന് കാരണം എന്നറിയോ? എന്താ കാരണം? ഞാൻ തുടങ്ങി കഴിഞ്ഞ ഒരു ബിസിനസിന് വേണ്ടിയാന്ന് പറയും. പ്രധാനമായിട്ട് ഒരിടത്ത് കാലാവസ്ഥ നമുക്ക് മനസ്സറിഞ്ഞ് കൊടുക്കാൻ പറ്റിയല്ല. കാരണം കൊണ്ടുവന്നവൻ കാസർഗോഡുകാരനാണെങ്കിൽ ഞാൻ ബിസിനസ്സുകാരനാണെങ്കിൽ എന്റെ സാധനം വിറ്റ് പോകേണ്ട എന്റെ ആവശ്യമാണ്. ഞാനൊരു കപ്പത്തണ്ട് പോലും 1 രൂപയ്ക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇന്ന് വരെ ഒരു സാധനം ഞാൻ കൊടുത്തിട്ടില്ല. അത് അങ്ങനെ ഒരു പോരായ്മ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഒരു ബിസിനസ്സുകാരനായി മാറിക്കഴിഞ്ഞിട്ടാൽ പിന്നെ ഞാൻ ഈ കാണുന്ന മച്ചിത്തല ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് കുത്തി ഞാൻ വെച്ചിട്ട് കൊടുക്കും. കാരണം 10 കൊല്ലം കൊണ്ട് ഞാൻ പരിപാടി തീർന്ന് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതേതായാലും അതില്ല. പിന്നെ അത്യാവശ്യക്കാർ വല്ലതും വന്ന് കണ്ടിട്ട് 2 തല കൊണ്ടോക്കോട്ടെന്ന് വെച്ചിട്ടുണ്ടെന്നാൽ കൊണ്ടോക്കോളാം ഞാൻ പറയുകയും ചെയ്യും. അവര് കൊണ്ട്
ഇപ്പൊ എനിക്ക് കാസർഗോഡ് കിടക്കുന്നവനോ തലപ്പാടി കിടക്കുന്നവനോ അല്ലെങ്കിൽ മൂന്നാറിൽ കിടക്കുന്നവനോ മൂവാറ്റുപുഴ കിടക്കുന്ന ആൾക്കോ തിരുവല്ലയിൽ കിടക്കുന്ന ഇതെല്ലാം ക്ലൈമറ്റ് വ്യത്യാസമാണ്. അപ്പൊ അവർക്കുള്ളവർക്ക് അതുകൊണ്ട് നേഴ്സുകാരെ അധികം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ ഏരിയയിലുള്ള അവരെ സംബന്ധിച്ചുള്ള ഇപ്പം പൊതുവായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും വന്ന് ഒരു ചന്ദ്ര പിടിക്കുന്ന ചൂടുള്ള സ്ഥലത്ത്. അപ്പൊ അത് അവിടെ ഉള്ളവർക്ക് യോജിച്ചതാ. അത് മനസ്സിലാക്കി ജനം ചെയ്യില്ല. ഇപ്പം മൂന്നാറ്റി കിടക്കുന്നതിനും ചന്ദ്ര കൊണ്ടുവരും. ഞാൻ എന്റെ അറിവ് വെച്ച് പറയാം, ഇപ്പൊ ഇവിടുന്ന് കൂമ്പുക്കൽ കുരുമുളക് പക്ഷെ എല്ലാ ഭാഗത്തും അത് വിജയിക്കുന്നു പലരും പറയുന്നു. ചേട്ടാ അത് ഞാൻ മിണ്ടാതിരുന്ന എനിക്ക് അവരോട് ഒരു ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മിണ്ടാതിരുന്ന അതുപോലെ തന്നെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാവും. ഈ ഇതിനടുത്ത് 30 കിലോമീറ്റർ അകലെ എരുമേലി പറഞ്ഞ അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് പ്രമുഖമായ ഒരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. ആ ബ്രാൻഡ് കൊണ്ടുവന്ന് തിരുവല്ല ഭാഗത്ത് വെച്ചിട്ട് ഒറ്റ കുരുമുളക് ഉണ്ടായിട്ടില്ല. കൊട്ടി നല്ലതുവാ. അതിന്റെ ഒറ്റ കുരുമുളക് എന്ന് പറഞ്ഞാൽ പകുതി പോലും ഉണ്ടായിട്ടില്ല അവരവകാശപ്പെട്ടതിന്റെ. അതിന് കാരണം വെച്ചിരുന്ന ക്ലൈമറ്റ് വ്യത്യാസമാണ്. പ്രധാനമായിട്ടും എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നല്ല കൃഷിക്കാരുടെ തോട്ടങ്ങൾ കണ്ട് അവരാരും യഥാർത്ഥത്തിൽ നേഴ്സറിക്കാരാകുകയല്ല. പിന്നെ ചെയ്തു വരുന്ന ചെറുകിട കർഷക്കാര് നല്ല ഇപ്പൊ ഞാൻ എടുത്തു വെക്കുന്ന പറഞ്ഞാല് എനിക്കിപ്പോ പറ്റിയാലെന്നായി പോയിട്ടാ. അല്ലെങ്കിൽ ചെറുകിട നേഴ്സറിക്കാർ 10 എണ്ണം ഉൽപ്പാദിപ്പിച്ച് തരാൻ ചേർന്നപ്പോ ഒരു 10-100 തലയൊക്കെ കൊടുക്കല്ലേ, അല്ല 10,000 തൈയൊക്കെ ഉണ്ടാക്കുകയല്ലേ. ഞാൻ ഉദ്ദേശിക്കുന്നത് വലുതായിട്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് നമ്മൾ മേടിച്ചു നടുക. അതും കാലാവസ്ഥയായിട്ട് യോജിച്ച സ്ഥലങ്ങളിലെ യോജിച്ച കൃഷിക്കാരുടെ അടുത്ത് മേടിച്ചു നടുക. പിന്നെ ജീവനുള്ള സാധനമാണ്. അതിനെ പ്രകൃതി അതിന് കൊടുത്തിരിക്കുന്ന അട്ടയുടെ കാല് പോലെ അട്ടക്കാല് കൊടുത്തിരിക്കുക. അട്ടക്കാല് തീർച്ചയായും മരത്തിൽ നിന്ന് വെള്ളം വലിക്കുന്നുണ്ട്, അത് വളം വലിക്കുന്നുണ്ട്. മരത്തിലെ പൊട്ടാഷ്യം നൈട്രജൻ ഈ സാധനങ്ങൾ അതിന്റെ പൂപ്പലുണ്ടല്ലോ അതൊക്കെ ഓരോ മരത്തിലും കയറും എന്ന് പറയുന്നതിന് കാരണം അതാ. പയ്യാനിയെ പൊട്ടാഷ്യം നൈട്രജൻ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് അതിന് കയ്പ് വരുന്നത്. ചീമുക്കുന്ന കയറുന്നതിന് കാരണം. പക്ഷെ ചീമുക്കുന്ന ഒടിഞ്ഞു പറഞ്ഞു പോകും, ഒടിഞ്ഞു പറഞ്ഞു മുരിക്കിനുണ്ട്. അല്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയുള്ള സാധനം അടറാന്തല് ഇപ്പം പയ്യാനി നന്നായിട്ട് കയറുന്നുണ്ട്. ജീവനുള്ള വസ്തുക്കളെ വെച്ച് കഴിഞ്ഞിട്ടാൽ അവർക്ക് വളർച്ച കൂടുതൽ. പിന്നെ പയ്യാനിക്ക് അടിയിലൊക്കെ പേര് അതേത് മനുഷ്യൻ തീരണ്ടേ, എല്ലാം അങ്ങ് നിൽക്കുകയാണോ ഒരു പരിധി വരെ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ബൾക്കായിട്ടുള്ള കൃഷിക്ക് അതായത് പൈപ്പിട്ടോ കാര്യങ്ങളൊക്കെ വന്നു ഇപ്പൊ ഈ വല ചെയ്തിരിക്കുന്നു പറഞ്ഞിട്ടാൽ ഇതെനിക്ക് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് മുടക്കില്ല. അതിനെല്ലാം അങ്ങോട്ടെല്ലാം ഉണ്ടല്ലോ വീടുണ്ട്. പിന്നെ പറിക്കാനുള്ള സൗകര്യം, ഇതിങ്ങനെയും കൃഷി ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് വേലിയിൽ കൂടെ ഇങ്ങനെ കൃഷി ചെയ്യാം. വേലി ഉണ്ടെങ്കിൽ ആ വേലിയിൽ കൂടെയും കൃഷി ചെയ്ത് കയറ്റാവുന്നുള്ളൂ. മരത്തേക്കട തന്നെയല്ല കൊടി കയറുന്നത്. മരത്തേക്കട തന്നെയായിരുന്നെങ്കിൽ ഈ കൊടി ഇങ്ങനെ നിൽക്കുവോ? ഒരു കൃഷിക്കാരന് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. അവൻ എന്ത് ചെയ്താലും ഒരു 2-3 ലാഭം അതിനകത്ത് മുടക്കുമുതല് കിട്ടുന്നുണ്ട്. ആ രീതി വേണം നമ്മൾ കാര്യങ്ങൾ നടത്താൻ. ചേട്ടൻ ഇപ്പൊ ഇവിടെ വന്ന് കണ്ടതിൽ ഇത് പരാജയപ്പെട്ടതാണോ? വിജയിച്ചതാ. ഈ സിസ്റ്റം വിജയിച്ചതാ. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഒരു കൃഷിക്കാരൻ വിചാരിച്ചാൽ ഒരു പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഉള്ള നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ട് പുതിയ ഞാനിതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ടല്ലോ, നമ്മൾ കൃഷി വകുപ്പിനെ അല്ല കുറ്റം പറയണ്ടേ, നമ്മൾ കൃഷിക്കാരെ തന്നെയാ കുറ്റം പറയണ്ടേ. അവരൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 2-3 തല കൂട്ടിക്കുഴച്ചായാലും ഇല്ലേലും അതൊക്കെ നിരീക്ഷിച്ച് ഇതൊരു 5 കൊല്ലം 6 കൊല്ലം 15 കൊല്ലം കൊണ്ടൊക്കെ ഈ തല ഉണ്ടായി ഈ കൊടി ഉണ്ടായി വന്നിരിക്കുന്നത്. 15 കൊല്ലം കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊരു പുതിയ ചേട്ടൻ അറിയത്തില്ല ഈ കൊടി അറിയത്തില്ല. പലതുകൊണ്ടും നല്ല വിളവുള്ളതല്ലേ. അപ്പൊ ഒരു കൃഷിക്കാരൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാൽ ആ പ്രദേശത്തെ അനുകൂലമായത് ഇതുകൊണ്ടേ കാസർഗോഡ് പിടിക്കുന്നത് ഞാൻ പറയുന്നില്ല കേട്ടോ, ആലപ്പുഴ ഇട്ടാ ഞാൻ വരുന്നത് ഞാൻ പറയുന്നില്ല. അപ്പൊ ഒരു കൃഷിക്കാരൻ വിചാരിച്ചാൽ അവന് നല്ലൊരു കൊടി എന്ത് കൃഷിയിലും ഏത് വേണേലും വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ അവന് സാധിക്കും. അതാ പ്രദേശത്തിനടുത്ത്. ചേട്ടൻ വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കണ്ണൂരിന്ന് ഞങ്ങളുടെ സമയം നോക്കി ഇത്രയും ബുദ്ധിമുട്ടി ഇന്നിപ്പോ ഇന്നലെ വന്നു, ഇന്നിവിടെ ക്യാമ്പ് ചെയ്ത് മുഴുവൻ കണ്ടു, ഇന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നു, നാളെ എഴുന്നേൽക്കുകയല്ല, അത് വേറെ കാര്യം. അത്രയും ബുദ്ധിമുട്ടി ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം നന്ദി പറയാനുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് വെച്ചിരുന്നാൽ, ഒന്ന് എനിക്ക് ഈ കൃഷി വിജയപ്രദമാണെന്നും, രണ്ടാമത്തെ ഒരു പുതിയ വെറൈറ്റി എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും, അതായത് ചേട്ടന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കുരുമുളക് കർഷകൻ എന്ന രീതിയിൽ എനിക്ക് ചേട്ടനോട് നന്ദി രേഖപ്പെടുത്തുന്നു. റോമേ, ഞാനേ നിങ്ങളുടെ പല വീഡിയോ കണ്ടിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് മുന്നോട്ട് ഇനി തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.